ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വഴുതനങ്ങ കൊണ്ട് ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല കേട്ടോ. എങ്കിലും നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. ഇതിന് നീളത്തിലുള്ള വഴുതനങ്ങയാണ് വേണ്ടത്. ഞാൻ എടുത്തിരിക്കുന്നത് നമ്മൾ അടുക്കളത്തോട്ടത്തിൽ നിന്നുള്ള വഴുതനങ്ങയാണ് കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് സവാള, പിന്നെ വേണ്ടത് കറിവേപ്പില, പിന്നെ കാന്താരിമുളക്, ചീര. ഇതാ നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ഇടുക, പിന്നെ സവാള ഇടുക. പിന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ നേരത്തെ കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ടിട്ട് നന്നായി വഴറ്റുക. പിന്നെ ഇത് ഏത് നാട്ടിലെ ഡിഷാണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കഴിച്ചത്. പിന്നെ ഞാൻ ഇതിന് അഡിക്റ്റഡ് ആയിപ്പോയി. കുറേ വർഷം മുമ്പ് ഞാൻ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന സമയത്ത്, ആക്ച്വലി ഇതൊരു ഹോസ്റ്റൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു പേയിങ് ഗസ്റ്റ് അക്കോമഡേഷൻ. അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ തന്നെ നമ്മൾ 4 റൂംമേറ്റ്സ് ഉണ്ടാക്കിയിട്ട് കഴിക്കുമായിരുന്നു. അതിലൊരാൾ കാശ്മീരി ആയിരുന്നു, പിന്നെ ഒരാൾ ബീഹാരി, പിന്നെ ഒരു ഒറീസക്കാരി, പിന്നെ ഞാനും. അപ്പോൾ ഈ ഒറീസക്കാരി കുട്ടി അധികം അടുക്കളയിലൊന്നും കയറില്ല കേട്ടോ. പക്ഷെ അവൾ കയറുന്ന ദിവസം അവൾ എന്തുണ്ടാക്കിയാലും അത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അവൾ ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ് ഞാൻ ഇന്ന് ഇതിലൂടെ കാണിക്കുന്നത്. അവളെല്ലാം ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അവൾക്ക് തോന്നിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും. അപ്പം ഞങ്ങൾക്കിത് ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അവൾ ചീര, ഞാൻ ഈ ചുവന്ന ചീരക്ക് പകരം അവൾ പച്ചച്ചീരയാണെന്ന് യൂസ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാല ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. പിന്നെ ഞാനിതിൽ കാന്താരിമുളക് ചേർത്തത്, കാന്താരിമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം. അന്ന് അവൾ പച്ചമുളകാണ് ചേർക്കാറ്, ഞാൻ കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ചെറിയ പുളിയും ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ ചമ്മന്തിക്കൊക്കെ അരക്കുന്നില്ലേ, അതുപോലെ അങ്ങ് ഉരുട്ടിയെടുക്കും. ഇനി ഈ വഴുതനങ്ങ ഇങ്ങനെ നടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇത് ഫില്ല് ചെയ്യാം. അപ്പം അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിന് വേണമെങ്കിൽ ചെറിയ വാഴനാരൊക്കെ വെച്ചിട്ട് നമുക്ക് കെട്ടാം, മസാലയൊന്നും പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് നമ്മളെ ഉറച്ചിട്ട് അധികം വെള്ളമൊന്നും ആക്കാണ്ടാക്കിയത് കൊണ്ട് തന്നെ അങ്ങനെ പുറത്ത് പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് കെട്ടാം, കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ഇതുണ്ടല്ലോ, ശരിക്കും വഴുതനങ്ങയൊന്നും ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ കുട്ടികൾക്ക്, അതുപോലെ തന്നെ ശരിക്കും ഒരു ഈവനിങ് നമ്മൾ സന്ധ്യാസമയത്തൊക്കെ ടി വിയൊക്കെ, ഇപ്പോൾ ക്രിക്കറ്റ് മാച്ച് അല്ലെങ്കിൽ ഫിലിം അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷായിട്ട് ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ. ഇതിന് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ നീളമില്ല വഴുതനങ്ങ തന്നെ വേണം കേട്ടോ. മറ്റേ വയലറ്റ് കളറുള്ളതാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ അത് വെക്കുമ്പോഴേ അത് ശരിക്കും വേവില്ല. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മൾ മുറിച്ചിട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പോൾ മസാലയൊക്കെ പുറത്തൊക്കെ പോയിട്ട് അങ്ങനെ അതുപോലത്തെ ഫ്രൈയും ഞാൻ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അത് ഇങ്ങനെയല്ല, വേറൊരു ടൈപ്പിലാണ്. പക്ഷേ ഈ മസാല ഞാൻ ഇതുപോലുള്ള വഴുതനങ്ങക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതായത് ഏകദേശം ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തവയിൽ വെക്കാം. പക്ഷെ ഞാനിവിടെ അധികം എണ്ണ യൂസ് ചെയ്യാതെ, അന്നേരം കുറച്ചും കൂടി അധികം എണ്ണ വേണ്ടി വരും. ഇതിപ്പോൾ ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് എണ്ണ വെച്ചിട്ട് ഇല വെച്ചിട്ട് അത് ഒന്ന് ചൂടാവുമ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അത് നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് ഫുള്ള് കരിഞ്ഞതുപോലെ വേണമെങ്കിൽ കുറച്ചധികം എണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മുറിച്ച 2 എണ്ണം കൂടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോഴും ഞാൻ അവളെ ഓർക്കും. ശരിക്കും നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടാനും കഴിക്കാനൊക്കെ തുടങ്ങിയത് ഞാൻ അവരുടെ കൂടെ താമസിച്ചതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലെന്ന് പറയാം. പക്ഷേ അവളുടേതായ കുറച്ച് സിഗ്നേച്ചേഴ്സൊക്കെ ആഡ് ചെയ്തിട്ടുള്ള നല്ലൊരു ഡിഷാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇതിന് ഒരു പേര് പറയാനൊന്നുമില്ല, അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇപ്പോൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ക്രിക്കറ്റോ ഫിലിമോ എന്താവട്ടെ, ഒരു ഹെൽത്തി സ്നാക്ക് കഴിച്ചിട്ട് നമ്മുടെ വൈകുന്നേരങ്ങളിൽ നമുക്ക് ചിലവഴിക്കാം. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.